വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ സ്ട്രേറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ടോപ്പിക്സുകളാണ് എടുത്തിരുന്നത്. സ്ലോപ്പ് എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ലൈനുകൾ സ്ലോപ്പുകൾ എങ്ങനെയൊക്കെ കാണുക എന്നുള്ളതൊക്കെയാണ് എടുത്തിരുന്നത് അല്ലേ. അതിൽ വേരിയസ് ടൈപ്സ് ഓഫ് ലൈൻസുകളെടുത്തു. ദെൻ അതിലൊരെണ്ണം കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ദെൻ നോർമൽ ഫോം, ഒരു ലൈനിൻ്റെ നോർമൽ ഫോം എന്താ എന്നുള്ളത്, അതാണ് ഇപ്പം ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, equation of the line having normal distance p. equation of the line having normal distance, ഒരു ലൈനിൻ്റെ നോർമൽ ഡിസ്റ്റൻസ് p ഫ്രം ദ ഒറിജിൻ, ഒറിജിനിൽ നിന്നും ഒറിജിനിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് നോക്കുക. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ലൈൻ ഇങ്ങോട്ട് ഉണ്ടോ, ഇതാണ് ഒറിജിനിൽ നിന്നുമുള്ള ഈ ഒരു ഡിസ്റ്റൻസ് പി ഫ്രം ദ ഒറിജിൻ ആൻഡ് ആംഗിൾ ഒമേഗ വിച്ച് ദ, ഇവിടെ വരുന്ന ആംഗിൾ ആണല്ലോ ഉണ്ടല്ലോ. അപ്പോൾ ഫ്രം ദ ഒറിജിൻ ആൻഡ് ആംഗിൾ ഒമേഗ വിച്ച് ദ നോർമൽ മേക്സ് വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഈസ് ഗിവൺ ബൈ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. അപ്പം എന്താണ് നോർമൽ ഫോം? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. പി ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, ഒറിജിനിൽ നിന്നുമുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് എന്ത് പേര് പറയുന്നത്? പി എന്ന് പറയുന്നത്. ആൻഡ് ഒമേഗ ഈസ് ദ ആംഗിൾ, എവിടെയാ വിച്ച് ദ നോർമൽ മേക്സ്, നോർമൽ ലൈൻ മേക്ക് ചെയ്യുന്നതാണ് എവിടുന്ന്? വിച്ച് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ എക്സ് ആക്സിസ്, എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാകുന്ന പോസിറ്റീവ് ഡയറക്ഷൻ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഏത്? ഒമേഗ. നോർമലും എക്സ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഒമേഗ. ദെൻ ഒറിജിനിൽ നിന്നും ഇവിടെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. അപ്പോൾ നേരിട്ട് അങ്ങോട്ട് നമുക്കത് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് നോക്കൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഹൂസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, എന്താണ് ഇക്വേഷൻ? ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹൂസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഈസ് 4. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒറിജിൻ ഈസ് 4, അതായത് പി ഈക്വൽ ടു 4. ആൻഡ് ദ ആംഗിൾ വിച്ച് ദ നോർമൽ മേക്സ് വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഈസ് 15 ഡിഗ്രി. ദറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു 15 ഡിഗ്രി. കണ്ടോ? അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, പിയും തന്നിട്ടുണ്ട്, ഒമേഗയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? ദറ്റ് ഈസ് ദ റിക്കേർഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ, റിക്കേർഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ equation of the line is x cos omega x cos omega plus y sin omega equal to p. നമുക്ക് അവിടെ കൊടുക്കാം x cos ഒമേഗക്ക് എന്താ വരുന്നത്? 15 പ്ലസ് y sin 15 equal to p, that is 4 അല്ലേ. കോസ് ഒമേഗ എത്രയാണുള്ളത്? കോസ് ഒമേഗ ഈക്വൽ ടു അഥവാ കോസ് 15, ശ്രദ്ധിക്കുക, കോസ് 15 ഈക്വൽ ടു √3 പ്ലസ് 1 ബൈ 2 √2. ദാറ്റ് ഈസ് സൈൻ 15 ഈക്വൽ ടു √3 മൈനസ് 1 ബൈ 2 √2. നമുക്ക് ആ വാല്യൂ അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് കോസ് 15ൻ്റെ വാല്യൂ √3 പ്ലസ് 1 ബൈ 2 √2 ആണെങ്കിൽ എക്സിനെ നമുക്ക് ഇവിടെ കൊടുക്കാം. പ്ലസ് സൈൻ 15ൻ്റെ വാല്യൂ എത്രയാ? √3 മൈനസ് 1 ബൈ 2 √2 വൈ ഈക്വൽ ടു 4. അപ്പോൾ എന്ത് വരുന്നുണ്ട്? √3 പ്ലസ് 1 ബൈ 2 √2 എക്സ് പ്ലസ് √3 മൈനസ് 1 ബൈ 2 √2 വൈ ഈസ് ഈക്വൽ ടു 4. ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തെഴുതാം? ഇതിനെ √3 പ്ലസ് 1 എക്സ് പ്ലസ് √3 മൈനസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു 4 ഇൻറ്റു 2
h√2. കണ്ടോ, h√2. ദാറ്റ് ഈസ് ദ റിക്കേർഡ് ഇക്വേഷൻ. ഏതിൻ്റെ? ദ റിക്കേർഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പം പി എന്നതിൻ്റെ വാല്യൂ അഥവാ ഡിസ്റ്റൻസ് എന്താണ് തരും, ആംഗിൾ എന്താണെന്ന് തരും. അത് രണ്ടും അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം കോസ് എത്രയാണോ ആംഗിൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നേരിട്ടിട്ട് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാല്യൂ ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ അതിൽ തന്നെ 2-3 തരത്തിലുണ്ട്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൾ ടു 0. അതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൾ ടു 0 എന്നതാണ് ഏതൊരു ലൈനിൻ്റെയും ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. എയും ബിയും ഒക്കെ മാറി മാറി വരുന്നു എന്ന് മാത്രം. അപ്പം അതിൽ തന്നെ ഫസ്റ്റ് പറയുന്നുണ്ട് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. എന്താണ്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്. എന്നാലും ജനറൽ ഇക്വേഷൻ്റെ വേരിയസ് ടൈപ്സുകൾ എന്തൊക്കെയാണെന്നത്. അപ്പോൾ ആദ്യം സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇറ്റ് ഈസ് y ഈക്വൽ ടു മൈനസ് എ ബൈ ബി എക്സ് മൈനസ് സി ബൈ ബി ഓർ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം പഠിച്ചത്. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നതാണ്. അതിലേക്ക് നമ്മൾ ഇതാ പറയുന്നു y ഈക്വൽ ടു മൈനസ് എ ബൈ ബി എക്സ് minus c by b. Here m equal to a by b, mx. Okay, x in the coefficient ആണ് minus a by b and c equal to minus c by b. Then രണ്ടാമത്തേത് നോക്കൂ, ഇന്റർസെപ്റ്റ് ഫോം. അതെന്താ? x by minus c by a plus y by minus c by b equal to 1. എന്തായിരുന്നു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഉണ്ടായിരുന്നത്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ളത്. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ആൻഡ് ഇന്റർസെപ്റ്റ് ഫോം എന്താ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. അപ്പം എക്സ് ബൈ എ ദാറ്റ് എക്സ് ബൈ മൈനസ് സി ബൈ എ പ്ലസ് വൈ ബൈ മൈനസ് സി ബൈ ബി ഈക്വൽ ടു 1. ഹിയർ ഇതിൽ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൻ്റെ ഇടയിൽ ഇതാ എക്സ് ഇന്റർസെപ്റ്റ് ഈസ് എ ആൻഡ് വൈ ഇന്റർസെപ്റ്റ് ഈസ് ബി. അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇത് അവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് രണ്ടെണ്ണത്തിനെയും എക്സിനെ എ എന്നതിലും വൈനെ ബി എന്നതിലും ഇന്റർസെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് ഈസ് മൈനസ് സി ബൈ എ ആൻഡ് വൈ ഇന്റർസെപ്റ്റ് ഈസ് മൈനസ് സി ബൈ ബി. എക്സിൻ്റെ ഡിനോമിനേറ്റർ ആണ് എക്സ് ഇന്റർസെപ്റ്റ്, വൈയുടെ ഡിനോമിനേറ്റർ ആണ് വൈയുടെ ഇന്റർസെപ്റ്റ്. ആൻഡ് ലാസ്റ്റ് നോർമൽ ഫോം എന്തായിരുന്നു? നോർമൽ ഫോം എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു 1. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. അപ്പം അതേപോലെ തന്നെ ഇതിൽ എ ബൈ കോസ് ഒമേഗ ഈക്വൽ ടു ബി ബൈ സൈൻ ഒമേഗ ഈക്വൽ ടു മൈനസ് സി ബൈ പി. അതിൽ കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ. ഇവിടെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഈ ജനറൽ ഇക്വേഷൻ തരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോസ് ഒമേഗ ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആൻഡ് സൈൻ ഒമേഗ ഈക്വൽ ടു ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, പ്ലസ് ആവാം മൈനസ് ആവാം. ആൻഡ് പി ഈക്വൽ ടു സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നോർമൽ ഫോം എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. അതിൽ എ കോസ് ഒമേഗ ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, sin omega equal to b by root of a square plus b square and p equal to plus or minus c by root of a square plus b square. Intercept form എന്താ? x by minus c by a plus y by minus c by b equal to 1. Slope intercept form എന്താ? y equal to minus a by b x minus c by b. ഈ മൂന്നെണ്ണത്തിൻ്റെയും ഡിഫറൻറ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്തോളാം. അതായത് നമുക്കതിൻ്റെ പ്രോബ്ലം ഒന്ന് നോക്കാം. Problem: equation of the line equation of the line 3x minus 4y plus 10 equal to 0. Find ഒന്നാമത്തെ കേസ്. Find its first one
second x-intercept, slope x-intercept and y-intercept. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ 3x minus 4y plus 10 is equal to 0. നമ്മുടെ ഏതാ ജനറൽ ഇക്വേഷൻ? ax plus by plus c equal to 0 എന്ന ജനറൽ ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യും. എന്നോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ്. ഒന്നാമത്തത് എഴുതാണ്. എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം m അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ഇക്വേഷനിൽ നിന്നും m എന്താണ് എന്ന് കണ്ടുപിടിക്കാം. അതിന് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷനെ 3x minus 4y plus 10 equal to 0 എന്ന ഇക്വേഷനെ y equal to mx plus c എന്ന രൂപത്തിലേക്ക് മാറ്റുക. അതിൻ്റെ സ്ലോപ്പ് ആണല്ലോ. അപ്പോൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ആണ് y ഈക്വൽ ടു mx പ്ലസ് സി. അപ്പം ഈ ഇക്വേഷന് എന്നിട്ട് ഇതിലെ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നമുക്ക് പറയുന്നത് എന്ത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് അതിലേക്ക് മാറ്റുമ്പോൾ എന്താ വരിക? -4y ഈക്വൽ ടു -3xa minus 10 അല്ലേ. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു -3 - 4 into x minus 10 by -4 ആണല്ലോ. ദാറ്റ് ഈസ് 3/4x പ്ലസ് 10/4. ഇതാണ് y ഈക്വൽ ടു mx പ്ലസ് സി. m ഹിയർ m ഈസ് ഈക്വൽ ടു എന്താണ്? 3/4 ആൻഡ് c ഈക്വൽ ടു 10/4. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് ദാറ്റ് ഈസ് സ്ലോപ്പ് m ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് ആൻസർ കിട്ടി? എന്ത് കിട്ടിയത്? 3/4. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 3/4. വേറൊരു എളുപ്പ വഴിയും കൂടെ ഞാൻ പറയാം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. സ്ലോപ്പ് m ഈക്വൽ ടു ഏതൊരു ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ, ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാലും മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. അപ്പം ഇവിടെ തന്നിരിക്കുന്നതിൽ നിന്നും കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്താ വരുന്നത്? -3 കോഎഫിഷ്യൻ്റ് ഓഫ് വൈ -4. ദാറ്റ് ഈസ് 3/4. ഇതന്നെയല്ലേ നമുക്കിവിടെ ആൻസർ കിട്ടിയത്? അപ്പം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല എങ്കിൽ y ഈക്വൽ ടു mx പ്ലസ് സി എന്ന രൂപത്തിലേക്ക് ആ തന്നിരിക്കുന്ന ഇക്വേഷനെ മാറ്റി അതിൽ എമ്മിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതല്ല എങ്കിൽ ഈ ഒരു മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ എന്ന ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ദെൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എക്സ് ഇൻ്റർസെപ്റ്റ് അല്ലേ. ഒന്നിപ്പോൾ സ്ലോപ്പ് നമുക്ക് കിട്ടി m ഈക്വൽ ടു 3/4. സെക്കൻഡ് എക്സ് ഇൻ്റർസെപ്റ്റ് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത്? -c/a അല്ലേ. അപ്പം ഇതിൽ മൈനസ് എന്താ വരുന്നത്? c എന്താ? -10/3 ഇസ് ഈക്വൽ ടു എക്സ് ഇൻ്റർസെപ്റ്റ്. ദാറ്റ് ഈസ് y ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് c/a 10/3 കിട്ടിയത്. y ഇൻ്റർസെപ്റ്റ് നമുക്ക് എന്താ? 5/2 -b/a. ദാറ്റ് ഈസ് 4 - b/a. b/c ആണ്, സോറി. y ഇൻ്റർസെപ്റ്റ് ഈസ് 5/2. c/b. അപ്പം എന്താ വരുന്നത്? -10/b. എത്രയാ അവിടെ? -4. ദാറ്റ് ഈസ് 5/2. നോക്കാം, എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ -c/a നമ്മൾ ഇൻ്റർസെപ്റ്റ് ഫോമിൽ പഠിച്ചു. അപ്പോൾ -10, c എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ -c -10/3 a ഈക്വൽ ടു 3 അല്ലേ. ആൻഡ് y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ -c/b ദെൻ -10/-4. വൈയുടെ കോഎഫിഷ്യൻ്റ് നോക്കൂ, ഇതാണ് b. അപ്പോൾ -4 ദാറ്റ് ഈസ് 5/2. അപ്പം ഈ രീതിയിലാണ് നമുക്കതിൻ്റെ ആൻസർ കാണേണ്ടത്. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. റെഡ്യൂസ് ദ ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, reduce the equation
root 3x plus y minus 8 equal to 0 into normal form find the values of p and omega. Find the values of p and omega. Okay, reduce the equation root 3x plus y minus 8 is equal to 0. അല്ലേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന given root 3x plus y minus 8 equal to 0. Here a equal to root 3 and b equal to 1 and c equal to minus 8. എന്താണ് നമ്മുടെ നോർമൽ ഫോം? നോർമൽ ഫോം ഈക്വൽ ടു x cos omega plus y sin omega equal to p ആണല്ലോ. അപ്പം കോസ് ഒമേഗ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? a by root of a square plus b square. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രയാ? root 3 by root 3 square plus root of root 3 square plus 1 square. That is root 3 by root 3 ന്റെ സ്ക്വയർ എത്രയാ? 3 plus 1 root 3 by root 4 is equal to root 3 by 2 and sin omega equal to b by root of a square plus b square. എല്ലായിടത്തും പ്ലസ് ഓർ മൈനസ് ഉണ്ട്. b എത്രയാ? 1 by 4 root 4 is equal to 1 by 2 and p equal to c by root of a square plus b square. c എത്രയാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്? minus 8 by root 4. That is minus 8 by 2 equal to minus 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ സൈൻ കോസ് ഒമേഗക്ക് റൂട്ട് 3/2 കിട്ടുന്നത് ഏത് വാല്യൂലാ? കോസ് ഒമേഗ ഈക്വൽ ടു റൂട്ട് 3/2. കോസിന്റെ ഏത് വാല്യൂലാ റൂട്ട് 3/2 കിട്ടുന്നത്? 30 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നോർമൽ ഫോം പി ഈക്വൽ ടു എക്സ് കോസ് ഒമേഗ. അപ്പോൾ നമുക്കത് എഴുതാം. കോസ് ഒമേഗ കോസ് 30 പ്ലസ് y sin 30 ഈക്വൽ ടു 4. ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് അവിടെ 4 വന്നിരിക്കുന്നത്. കാരണം എന്താ? ഇവിടെ ഏത് കോസ് 30 ഈക്വൽ ടു റൂട്ട് 3/2 ആൻഡ് സൈൻ 30 ഈക്വൽ ടു 1/2. വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഒരു ഇതും കൂടെ എഴുതാം. എന്താ? കോസ് റൂട്ട് 3/2 പ്ലസ് y ഏതാ വരുന്നത്? 1/2 ഈക്വൽ ടു -4. അപ്പം റൂട്ട് 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വാല്യൂലാണുള്ളത്? കോസ് 30. ദാറ്റ് ഈസ് എക്സ് കോസ് 30 പ്ലസ് വൈ സൈൻ 30 ഈക്വൽ ടു 4. ഇങ്ങനെയാണ് നോർമൽ ഫോം എന്താണെന്നുള്ളതിലേക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഇക്വേഷനെ നോർമൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണുള്ളത്. അതിൻ്റെ ജനറൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ, അതിൻ്റെ വേരിയസ് ഫോം, ഇൻ്റർസെപ്റ്റ് ഫോം, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ആൻഡ് നോർമൽ ഫോം. ഇത് മൂന്നും നന്നായിട്ട് നോക്കുക. ഇതിലേക്ക് ഒരു ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത വീഡിയോ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എല്ലാവരും വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.